Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, ma'am. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ എടുത്തത്, എന്താ പഠിച്ചത്? നോക്കിയിട്ടുണ്ടല്ലോ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സില്? എന്താണ് ഡയാതെർമി മെഷീൻ എന്ന് പറഞ്ഞാല്? ഡയാതെർമി മെഷീൻ എന്താണ്? ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യുന്നു. Okay. Control bleeding. Then heart lung machines എന്തിനാ ഉപയോഗിക്കുന്നത്? Heart lung machines. Okay. സൗണ്ട് ക്ലിയർ അല്ലേ? ഈ ക്ലാസ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സില് നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. Okay, next topic. Zoning the operation theatre. Zoning the operation theatre. Sound clear ആണോ? Okay. The OT suite is a potential source of hospital infection in general and wound infection in particular. The suite should be planned with the aim of reducing the risk of hospital infection being brought into the suite. എന്താണ് OT suite എന്ന് പറഞ്ഞാല്? OT suite എന്താണ്? സ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഒന്നും ക്ലിയർ അല്ലേ? കേൾക്കാമോ? കേൾക്കാമോ? യെസ്. എന്താണ് OT suite എന്ന് പറഞ്ഞാല്? ഓക്കെ, സൗണ്ട് കുറവാണോ? വിച്ച് ചാപ്റ്റർ?
ചാപ്റ്റർ 14 അല്ലേ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ചാപ്റ്റർ 14 ഓപ്പറേഷൻ തിയേറ്റർ ആണ് കേട്ടോ. നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തു. ഇവിടെ പോയി യെസ്. എന്താണ് ഓട്ടി സ്യൂട്ട് എന്ന് പറഞ്ഞാല്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സ്യൂട്ട് എന്ന മീനിങ് കേട്ടിട്ടില്ലേ? സ്യൂട്ട് എന്താണ് ഒരു ഓട്ടി സ്യൂട്ട് എന്ന് പറഞ്ഞാല്? അതായത് ഹോസ്പിറ്റലിലെ റിസ്കുകൾ ഒഴിവാക്കാൻ വേണ്ടി, ഒരു ഓപ്പറേഷൻ തിയേറ്ററില് റിസ്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ് റൂംസുകളെല്ലാം തന്നെ എന്താണ് ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലെ? ഓക്കെ, ഇന്റർ കണക്റ്റഡുകളായിട്ടാണ് കിടക്കുന്നത്. അതായത് പരസ്പരം ഇന്റർ കണക്ട് ആയിട്ടുള്ള നിരവധി റൂമുകളെയാണ് എന്ത് പറയുന്നത്? OT സ്യൂട്ട് എന്ന് പറയുന്നത്, അഥവാ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത്. പരസ്പരം ഇന്റർ കണക്ട് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ റൂംസുകളെയാണ് എന്ത് OT സ്യൂട്ട് എന്ന രീതിയിൽ മുഴുവനായിട്ടും പറയുന്നത്. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരുപാട് ഹൈ റിസ്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം അടുത്തടുത്തായിട്ട് ഇന്റർ കണക്റ്റഡ് ആയിട്ട് ഒരു മുറിയിൽ നിന്ന് അടുത്ത റൂമിലേക്ക് ഇന്റർ കണക്ട് ചെയ്തുകൊണ്ട് അടുപ്പിച്ചത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫോമിനെയാണ്, ആ ഒരു ഫോർമാറ്റിനെയാണ് എന്ന് പറയുന്നത് OT സ്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള നിരവധി റൂമുകളെയാണ് OT സ്യൂട്ട് എന്ന് പറയുന്നത്. ഇന്റർ കണക്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സർജറി ചെയ്യുന്ന സമയത്ത് ഒരു സർജറി വേരിയസ് സ്റ്റേജസിൽ കൂടിയാണ് കടന്നു പോകുന്നത് അല്ലെ? അപ്പൊ എന്താണ്? ആ സർജറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേരിയസ് ആയിട്ട് റൂംസുകൾ ഉണ്ടായിരിക്കും അല്ലെ? അത്തരത്തിലുള്ള ഏരിയാസിനെ, റൂംസിനെയാണ് നമ്മൾ OT സ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തമ്മില് ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഒരു OT സ്യൂട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അത് അവിടെ കൊടുക്കുന്നില്ല, ഞാൻ പറയുകയാണ്. ശരിയാണ്, ഒരു OT സ്യൂട്ട് എന്ന് ഓപ്പറേഷൻ റൂമിലെ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് വരുമ്പോൾ എന്തായിരിക്കും? ഒരു പ്രീ ഓപ്പറേറ്റിംഗ് റൂം ഉണ്ടാകും. സെക്കൻഡ് എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവും. ദെൻ റിക്കവറി റൂം ഉണ്ടാവും. ഇതിന് മൂന്നിനെയും കൂടിയാണ് എന്ത് പറയുന്നത്? ഇവ മൂന്നും ഇന്റർ കണക്റ്റഡ് ആണ് അല്ലെ? അതിനെയാണ് ഇപ്പൊ നമ്മൾ എന്ത് പറയുന്നത്? OT സ്യൂട്ട് എന്ന് പറയുന്നത്. ഒരു ഓപ്പറേഷൻ റൂം എന്ന് പറയുമ്പോൾ ഏതൊക്കെ റൂമുകളായിട്ട് കണക്റ്റഡ് ആയിരിക്കും? പ്രീ ഓപ്പറേഷൻ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, ദെൻ റിക്കവറി റൂം. പ്രീ ഓപ്പറേഷൻ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, റിക്കവറി റൂം. ഈ മൂന്നിനെയും കൂടി കൺസോൾട്ടേറ്റ് ചെയ്ത് പറയുന്നതാണ് എന്ത്? OT സ്യൂട്ട് എന്ന് പറയുന്നത്. ഇത് മൂന്നും ഓരോന്നും എന്താണ്? കണക്റ്റഡ് ആണ് അല്ലെ? ഇത് മൂന്നും കണക്റ്റഡ് ആയിട്ടുള്ള റൂംസുകളാണ്. അവയാണ് നമ്മൾ OT സ്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു റൂം കഴിഞ്ഞ് കുറച്ചകലം നീക്കി വെച്ചിട്ടാണ് അടുത്ത റൂം ആണെങ്കിലോ അവിടെ എന്താണ്? ഹൈ റിസ്ക് കൂടും അല്ലെ? ഹൈ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാനും അടുത്തടുത്തായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഓപ്പറേഷൻ സോണിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ സ്യൂട്ടില് പലതരത്തിലുള്ള ജനറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. കുറച്ച് ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ ജനറൽ പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് OT സ്യൂട്ട് എന്ന് മനസ്സിലായോ? OT സ്യൂട്ട് എന്താണെന്ന് മനസ്സിലായോ? OT സ്യൂട്ട് മനസ്സിലായില്ല? എന്താണ് മിസ്നയ്ക്ക് മനസ്സിലായില്ല? മിസ്ന, നമ്മളൊരു ഓപ്പറേഷൻ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് എന്താണ്? ഡിഫറെന്റ് സ്റ്റേജസ് ഉള്ള റൂംസുകൾ ഉണ്ടാവും അല്ലെ? ഡിഫറെന്റ് സ്റ്റേജസിൽ കൂടി ആയിരിക്കും അത് കടന്നു പോകുന്നത്. അപ്പൊ അതിന് ഓരോ റൂംസും സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? പ്രീ ഓപ്പറേഷൻ റൂം ഉണ്ടാവും, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവും, റിക്കവറി റൂം ഉണ്ടാവും. ഇതെന്താണ്? ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂംസ് ആണ്. അങ്ങനെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള പരസ്പരം ബന്ധിതമായ ആ റൂംസിനെയാണ് OT സ്യൂട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഇനി അവിടെ എന്തെല്ലാം ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് നമുക്കുള്ളത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ക്ലീൻ ഫ്രം ഡേർട്ടി ട്രാഫിക്. Clean from dirty traffic. Flow with the OT suite should be kept apart as best as possible. Spaces in the suite have to be arranged in such a way that while moving from one space to another,
There should be a constant progression of cleanliness from entrance of OTSU to the operating room. എന്താ ഇവിടെ പറയുന്നത്? ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക് എന്ന് പറയുന്നത് എന്താണ്? എന്ത് പ്രിൻസിപ്പിൾ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? എന്ന് പറഞ്ഞേ. ഇതൊന്ന് വായിച്ചു നോക്കി, എന്നിട്ടൊന്ന് പറഞ്ഞേ നിങ്ങള്. പ്രധാനമായിട്ട് എന്തൊരു പോയിന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? യെസ്, എന്താണ്? ആളുകളുടെ ഫ്ലോ കുറയ്ക്കണം അല്ലെ? ആളുകളുടെ ഓവർഫ്ലോ കൺട്രോൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു OT സ്പേസിൽ എന്താണ്? അധികം ആൾക്കാരൊന്നും തന്നെ സഞ്ചരിക്കാൻ പാടില്ല അല്ലെ? അവിടെ എന്താണ്? വളരെ ക്ലീൻ ആയിട്ടുള്ള ഏരിയ ആണ്. അത് ക്ലീൻ ആയിട്ട് തന്നെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അതില് ആളുകളുടെ ഓവർഫ്ലോ ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പൊ എന്താണ്? ആളുകളുടെ ഫ്ലോ കൺട്രോൾ ചെയ്യണം. അതിൽ കൂടി ആ നിരത്തിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരുടെ ഓവർഫ്ലോ കൺട്രോൾ ചെയ്യണമെന്നാണ് അവിടെ ഫസ്റ്റ് പ്രിൻസിപ്പിളില് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? അവിടെ ഇൻഫെക്ഷൻസ് വരാനായിട്ട് ചാൻസസ് ഉണ്ട് അല്ലെ? ആൾക്കാർ അധികമായി അതിൽ സഞ്ചരിക്കുകയാണെങ്കിൽ എന്താണ്? അവിടെ ഇൻഫെക്ഷൻസ് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ എന്താണ്? ആൾക്കാരുടെ ഓവർഫ്ലോ കൺട്രോൾ ചെയ്യുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Second point, staff who are working in the OT department should be able to move from one clean area to other without having to pass through unprotected areas. എന്താണ്? ഒരു ഓപ്പറേഷൻ റൂംസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി മാത്രമാണ് മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഒരു ഓപ്പറേഷൻ റൂംസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് പ്രൊട്ടക്റ്റീവ് ഏരിയാസിൽ കൂടി മാത്രമേ മൂവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അവർക്ക് വേണ്ടി മാത്രമായിട്ട് എന്താണ്? ഒരു പ്രത്യേകം പാസേജ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയാണ് അവർക്ക് മാത്രമായി ഒരു പാസേജ് ക്രിയേറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെ? യാതൊരു വിധ ബാക്ടീരിയലോ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് തന്നെ ഒന്നും എന്താണ് ശരീരത്തിലേക്ക്, അവിടെ പ്രവേശിക്കുന്ന ആരുടെയും തന്നെ ശരീരത്തിലേക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പൊ അത്രയ്ക്കും എന്താണ്? അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രത്യേക പാസേജ് ഉണ്ടായിരിക്കും. അതിൽ കൂടി മാത്രമേ അവര് സഞ്ചരിക്കാൻ പാടുള്ളൂ. ഓക്കെ, എന്താണ്? അപ്പോൾ പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി മാത്രമേ ഓപ്പറേഷൻ തിയേറ്റർ സ്റ്റാഫുകള് വർക്കേഴ്സുകള് സഞ്ചരിക്കാൻ പാടുള്ളൂ. അതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ തേർഡ് പ്രിൻസിപ്പിൾ നോക്കി. Solid materials and waste have to be eliminated from the operating rooms without passing through clean areas. Solid materials and waste have to be eliminated from the operating rooms without passing through clean areas. എന്താണ് സോളിഡ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ? എന്താണ് സോളിഡ് മെറ്റീരിയൽസ്? എന്താണ് സോളിഡ് മെറ്റീരിയൽസ്? വേസ്റ്റ് മെറ്റീരിയൽസിനാണ് സോളിഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കേട്ടോ. വേസ്റ്റ് മെറ്റീരിയൽസ് കളയാനുള്ള പാസേജ്, പ്രത്യേകമായിട്ടൊരു പാസേജ് ഉണ്ടായിരിക്കും. അതിൽ കൂടി അല്ലാതെ തന്നെ വേസ്റ്റ്, അതിൽ കൂടി മാത്രമേ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പ്രൊട്ടക്റ്റീവ് ഏരിയാസിൽ കൂടി ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ഒന്നും തന്നെ കൊണ്ടുപോകാനായിട്ട് പാടുള്ളതല്ല. വേസ്റ്റ് കളയാനുള്ള ഒരു പ്രത്യേക ഡിസ്പോസൽ പ്ലേസ് ഉണ്ടാവും. ആ പ്ലേസിൽ മാത്രം സോളിഡ് മെറ്റീരിയൽ വേസ്റ്റുകൾ കളയാൻ പാടുള്ളൂ. അൺപ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടെ ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ കൊണ്ടുപോകാനായിട്ട് പാടില്ല. എന്നാണ് അവിടുത്തെ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ. OT സ്യൂട്ടിലെ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് മെറ്റീരിയൽസ് അത് ഡിസ്പോസ് ചെയ്യുന്ന സ്പേസിൽ മാത്രമേ, ഡിസ്പോസ് ചെയ്യുന്ന വഴിയിൽ കൂടി മാത്രമേ അത് കൊണ്ടുപോകാൻ പാടുള്ളൂ. അൺപ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടെ അത് കൊണ്ടുപോകുവാൻ പാടില്ല. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? Then fourth point, OT ventilation should be free of the air movement of the rest of the hospital. Hence, the direction of airflow within the OT suite should be from cleaner to less clean areas.
എന്താണ് ഒരു OT സ്യൂട്ടിലെ വെന്റിലേഷൻ സൗകര്യം എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? വെന്റിലേഷൻ സൗകര്യം, എയർ ഫ്ലോ എങ്ങനെ, ഏത് തരത്തിലായിരിക്കണം അവിടുത്തെ എയർ ഫ്ലോ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഒരു ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി ഒരു സ്പെഷ്യൽ വെന്റിലേഷൻ സിസ്റ്റം തന്നെ ഉണ്ടായിരിക്കണം, അല്ലെ? അതായത് എയർബോൺ കണ്ടാമിനൻസ്, അതായത് വായുവിലൂടെ പകരുന്ന കണ്ടാമിനൻസ്, അതായത് സൂക്ഷ്മജീവികളൊന്നും തന്നെ എന്താണ്, ഇൻഫെക്റ്റീവ് ഏജൻസുകൾ ഒന്നും തന്നെ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്തേക്ക് കയറാൻ പാടില്ല, അകത്തേക്ക് പ്രവേശിക്കുവാൻ പാടില്ല. അപ്പൊ അത് എന്താ ചെയ്യേണ്ടത്? അപ്പൊ വെന്റിലേഷൻ സൗകര്യം, അല്ലെ, എയർ ഫ്ലോയുടെ സൗകര്യം ഏത് രീതിയിലാക്കണം എന്നാണ് പറയുന്നത്? ക്ലീൻ ചെയ്ത ഭാഗത്തു നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്കായിരിക്കണം എയർ ഫ്ലോ സെറ്റ് ചെയ്യുന്നത്. അതായത് എയർ ഫ്ലോ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? ക്ലീൻ ചെയ്ത ഭാഗത്തു നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്കായിരിക്കണം എന്ന രീതിയിലായിരിക്കണം വെന്റിലേഷൻ സൗകര്യം, അല്ലെങ്കിൽ എയർ ഫ്ലോ സൗകര്യം ചിട്ടപ്പെടുത്തേണ്ടത്. ഒന്നുകൂടെ പറയാം. മോട്ടി വെന്റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യൽ ആയിട്ടായിരിക്കണം ആ വെന്റിലേഷൻ സൗകര്യം ഒരുക്കേണ്ടത്. എന്താണ്? ക്ലീൻ ചെയ്ത ഭാഗത്തു നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്ക് എന്ന രീതിയിലായിരിക്കണം എയർ ഫ്ലോ പോകുന്നത്. ആ രീതിയിലായിരിക്കണം അത് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ആദ്യം പറഞ്ഞ പോയിന്റ് എന്താണ്? OT സ്യൂട്ടിന്റെ ഭാഗത്ത് എന്താണ്, അധികം ആൾക്കാരൊന്നും പ്രവേശിക്കാൻ പാടുള്ളതല്ല, ആളുകളുടെ ഫ്ലോ കൺട്രോൾ ചെയ്യണം എന്നാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് എന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് പ്രത്യേകമായ പാസേജ് ഉണ്ടാവും, ആ പാസേജിൽ കൂടി മാത്രമേ അവര് പ്രവേശിക്കാൻ പാടുള്ളൂ. അൺപ്രൊട്ടക്ട് ഏരിയാസിൽ കൂടി അവര് ഒരിക്കലും തന്നെ നടക്കാൻ പാടുള്ളതല്ല. തേർഡ് പോയിന്റ് എന്താണ്? സോളിഡ് മെറ്റീരിയൽസ്, അതായത് വേസ്റ്റ് മെറ്റീരിയൽസ് കളയാനായിട്ട് അതിന് പ്രത്യേകമായി ചിട്ടപ്പെടുത്തിയ എന്താണ് പാസേജുകൾ ഉണ്ടാകും, അതിൽ കൂടി മാത്രമേ വേസ്റ്റ് മെറ്റീരിയൽസ് ഡിസ്പോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഫോർത്ത് പോയിന്റ് എന്താണ്? OT വെന്റിലേഷന്റെ എയർ ഫ്ലോ എന്ന് പറയുന്നത് ക്ലീൻ ചെയ്ത ഭാഗത്തു നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്കായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ഇതാണ് 4 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ 4 എണ്ണം നിങ്ങൾക്ക് ക്ലിയർ ആണോ? ജനറൽ പ്രിൻസിപ്പിൾ 4 എണ്ണം ക്ലിയർ ആണോ? നിങ്ങൾ പറയൂ. ഓക്കെ, then ഫിഫ്ത്ത് പോയിന്റ് ഒന്ന് നോക്കിയേ. ഫിഫ്ത്ത് പോയിന്റ്, ഇനി എന്താണ് ഒരു OT സ്യൂട്ട് എന്ന് പറയുന്നത്? എന്തെല്ലാം സോൺസുകളാണ് ഒരു ഓപ്പറേഷൻ റൂംസിൽ, ഒരു ഓപ്പറേഷൻ എൻവയോൺമെന്റിൽ എത്രത്തിലെ തരത്തിലുള്ള റൂംസുകളാണ്, എത്ര സോണുകളാണ് വരുന്നത്? ഏതൊക്കെയാണ്? ഹോൾ OT സ്യൂട്ട് ഈസ് ഡിസൈൻ ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് 4 സോൺസ്, അല്ലെ? OT ഡിസൈൻ ചെയ്തിരിക്കുന്നത്, OT സ്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത് പ്രധാനമായിട്ടും 4 കോൺസെപ്റ്റ് സോണിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതൊക്കെയാണത്? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ ആൻഡ് ഡിസ്പോസൽ സോൺ. ഏതൊക്കെയാണ്? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ, ഡിസ്പോസൽ സോൺ. ഓക്കെ, ഇനി ഈ ഓരോ സോൺസിലും ഏതൊക്കെ റൂംസുകളാണ്, എന്തെല്ലാം ഘട്ടങ്ങളാണ് ഇതിൽ കൂടി കടന്നു പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, OT സ്യൂട്ടിന് നമ്മൾ 4 തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? പ്രൊട്ടക്റ്റീവ് സോൺ ഉണ്ട്, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ ആൻഡ് ഡിസ്പോസൽ സോൺ. ശ്രദ്ധിച്ചിരിക്കണേ. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പ്രൊട്ടക്റ്റീവ് സോൺ എന്താണെന്നാണ്. പ്രൊട്ടക്റ്റീവ് സോൺ, പ്രൊട്ടക്റ്റീവ് സോണിനെ നമ്മൾ ഔട്ടർ സോൺ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. എഴുതി വെക്കുക കേട്ടോ. ഔട്ടർ സോൺ എന്ന പേരിലും പ്രൊട്ടക്റ്റീവ് സോൺ അറിയപ്പെടുന്നുണ്ട്. പ്രൊട്ടക്റ്റീവ് സോൺ ഈസ് ആൾസോ നോൺ ആസ് എന്താണ്? ഔട്ടർ സോൺ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഔട്ടർ സോൺ. ഓക്കെ, ഇനി ഒരു പ്രൊട്ടക്റ്റീവ് സോണില് ഫസ്റ്റ് തന്നെ എന്താ കൊടുത്തിരിക്കുന്നത്? റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ ആൻഡ് റിലേറ്റീവ്സ്. റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ റിലേറ്റീവ്സ്.
ഓക്കെ, ഒരു പ്രൊട്ടക്റ്റീവ് സോണിലായിരിക്കും എന്തുണ്ടായിരിക്കുന്നത്? റിസപ്ഷൻ ഏരിയ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന് വെയിറ്റ് ചെയ്യുന്നതിനുള്ള വെയിറ്റിംഗ് ഏരിയാസും റിലേറ്റീവ്സിന് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ആ പ്രൊട്ടക്റ്റീവ് സോണിലാണ് അതില് വരുന്നത്. പ്രൊട്ടക്റ്റീവ് സോണിന്റെ കീഴിൽ വരുന്നതാണ് എന്ത്? റിസപ്ഷൻ ഏരിയ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്. ഓക്കെ, പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നതാണ് റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്. ചേഞ്ചിങ് റൂം. ചേഞ്ചിങ് റൂം പ്രൊട്ടക്റ്റീവ് സോണിൽ അടുത്ത് വരുന്നതാണ് എന്താ? ചേഞ്ചിങ് റൂം. എന്ത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ചേഞ്ചിങ് റൂം? ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, പേഷ്യന്റിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേഞ്ചിങ് റൂം വരുന്നത്. ദെൻ പ്രീ അനസ്തേഷ്യ. ഇതിനാണ് പ്രീ അനസ്തേഷ്യ റൂം. എന്തിനാണ് പ്രീ അനസ്തേഷ്യ റൂം? എന്തിനാണ്? യെസ്, സർജറിക്ക് മുന്നായിട്ട് പേഷ്യന്റിനെ നമ്മൾ പ്രിപ്പയർഡ് ആക്കുന്നു അല്ലെ. പ്രീ അനസ്തേഷ്യ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരാളെ പ്രിപ്പയർഡ് ആക്കുന്ന റൂമാണ് പ്രീ അനസ്തേഷ്യ റൂം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് എന്താണ്? സ്റ്റോർ റെക്കോർഡ്സ്. പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നതാണ് സ്റ്റോർ റെക്കോർഡ്സ്. അതായത് ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകൾ, അയാളുടെ പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററീസ് അല്ലെ, പേഷ്യന്റ് ഡീറ്റെയിൽസ് എല്ലാം എന്തിലാണ് വരുന്നത്? സ്റ്റോർസ് ആൻഡ് റെക്കോർഡ്സിലാണ് വരുന്നത്. അത് ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? പ്രൊട്ടക്റ്റീവ് സോണിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകൾ, ഹിസ്റ്ററി, ഡീറ്റെയിൽസ് ഒക്കെ എവിടെയാണ്? സ്റ്റോർ റെക്കോർഡ്സിൽ. അതായത് പ്രൊട്ടക്റ്റീവ് സോണിന്റെ കീഴിൽ വരുന്ന സ്റ്റോർ റെക്കോർഡ്സിലാണ് ഇതെല്ലാം കളക്ട് ചെയ്യുന്നത്. അതായത് പേഷ്യന്റിന്റെ കംപ്ലീറ്റ് ഡാറ്റ മുഴുവനോടെ ഇരിക്കും, സ്റ്റോർ റെക്കോർഡ്സിലായിരിക്കും. ഓക്കെ, ഓട്ടോക്ലേവ്, TSSU. ഓട്ടോക്ലേവ്, TSSU. എന്താണ് ഓട്ടോക്ലേവ്? എന്താണ് TSSU? തിയേറ്റർ സ്റ്റെറിലൈസ് സപ്ലൈ യൂണിറ്റ്. എഴുതിയെടുക്കുക കേട്ടോ. തിയേറ്റർ സ്റ്റെറിലൈസ് സപ്ലൈ യൂണിറ്റ്. TSSU എന്ന് പറഞ്ഞാല് തിയേറ്റർ സ്റ്റെറിലൈസ് സപ്ലൈ യൂണിറ്റ്. തിയേറ്റർ സ്റ്റെറിലൈസ് സപ്ലൈ യൂണിറ്റ്. ഓക്കെ, എഴുതിയെടുക്കട്ടോ. തിയേറ്റർ സ്റ്റെറിലൈസ് സപ്ലൈ യൂണിറ്റ്. തിയേറ്റർ സ്റ്റെറിലൈസ് സപ്ലൈ യൂണിറ്റ്. TSSU എന്ന് പറയുന്നത് തിയേറ്റർ സ്റ്റെറിലൈസ് സപ്ലൈ യൂണിറ്റ് എന്ന ഏരിയനെ ജം ഫ്രീ ആക്കുന്ന ഡിവൈസ് ആണ് എന്ത്? ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് എന്താണ്? ഈ TSSU എന്ന ഏരിയനെ, അതായത് തിയേറ്റർ സ്റ്റെറിലൈസ് സപ്ലൈ യൂണിറ്റിനെ ജം ഫ്രീ ആക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓട്ടോക്ലേവ് ഇസ് എ മെഷീൻ. യെസ്, സ്റ്റെറിലൈസ് എന്ന് പറഞ്ഞില്ല കേട്ടോ, സ്റ്റെറിലൈ എന്ന് പറഞ്ഞു. ഓട്ടോക്ലേവ് ഇസ് എ മെഷീൻ that use steam under pressure. എഴുതിയെടുക്കണോ നിങ്ങൾക്ക്? എന്താണ് ഓട്ടോക്ലേവ് എന്ന് എഴുതിയെടുക്കണോ? Autoclave is a machine. Autoclave is a machine that uses. Autoclave is a machine that uses steam. STEAM. Steam under pressure. Under pressure. Autoclave is a machine that uses steam under pressure to kill harmful bacteria.
to kill harmful bacteria. HARMFUL, harmful bacteria. To kill harmful bacteria. Comma, virus. Bacteria, virus. Autoclaves operates at high temperature. Autoclave operate at high temperature. Autoclaves operates at high temperature. High temperature and pressure. High temperature and pressure. High temperature and pressure in order to ORDER, ORDER, in order to kill microorganisms. In order to kill microorganisms. In order to kill microorganism. ഒന്നുകൂടെ പറയാം. Autoclave is a machine that uses steam under pressure to kill harmful bacteria, virus. Autoclave operates at high temperature and pressure in order to kill microorganism. Okay, എഴുതിയോ? അപ്പൊ എന്താണ് സ്റ്റെറിലൈസ് സപ്ലൈ യൂണിറ്റിനെ സ്റ്റെറിലൈസ് സപ്ലൈ യൂണിറ്റിനെ ജേം ഫ്രീ ആക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് അല്ലെ. ഹൈ പ്രഷറിലാണ് ഇപ്പൊ മെഷീൻ പ്രവർത്തിക്കുന്നത്. ആ മെഷീന്റെ എന്താണ് പവർ മൂലം പ്രഷർ മൂലം എന്താണ് ബാക്ടീരിയസിനെയും വൈറസിനെയൊക്കെ എന്താണ് പെട്ടെന്ന് തന്നെ എന്താണ് ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഡിവൈസ് പ്രധാനമായിട്ടും കാഴ്ചവെക്കുന്നത്. ഓക്കെ, അപ്പൊ ഓട്ടോക്ലേവ് എന്താണെന്ന് ഓർത്തു വെക്കുക. TSSU എന്ന് പറഞ്ഞാൽ എന്താണ്? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. ദെൻ ഈ ഏരിയാസിനെ ജേം ഫ്രീ ആക്കുന്നതിനുള്ള ഡിവൈസ് ആണ് എന്ത് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് എന്താണ്? അപ്പോ ഓട്ടോക്ലേവ് ഏതിലാണ് വരുന്നത്? ഏത് സോണിലാണ് വരുന്നത്? ഓട്ടോക്ലേവ് ഏത് സോണിലാണ് വരുന്നത്? ഓട്ടോക്ലേവ് ഏത് സോണിലാണ് വരുന്നത്? യെസ്, പ്രൊട്ടക്റ്റീവ് സോണിൽ അല്ലെ. പ്രൊട്ടക്റ്റീവ് സോൺ ഓർ ഔട്ടർ സോൺ. നെക്സ്റ്റ് ട്രോളി ബേ. എന്താണ് ട്രോളി ബേ? എന്താണ് ട്രോളി? നമ്മൾ ഹോസ്പിറ്റലിൽ ട്രോളി കണ്ടിട്ടില്ലേ? എന്തിനു വേണ്ടിയാണ് ട്രോളി ഉപയോഗിക്കുന്നത്? മെഡിക്കൽ ട്രോളീസ് നമ്മൾ കണ്ടിട്ടുണ്ടോ? മെഡിക്കൽ ട്രോളീസിൽ എന്തൊക്കെയാ കൊണ്ടുപോകാറ്? യെസ്, മെഡിസിൻ. മെഡിസിൻസ് കൊണ്ടുപോകാൻ അല്ലെ. മെഡിക്കൽ ട്രോളികളിലെ കൂടി മെഡിസിൻസ്, അതുപോലെ തന്നെ എന്താണ് ഡിവൈസസ്, എക്യുപ്മെന്റ്സ് ഒക്കെ, ചെറിയ എക്യുപ്മെന്റ്സ്, ടൂൾസുകളൊക്കെ കൊണ്ടുപോകുന്നത് ഇതിൽ കൂടിയാണ്. ട്രോളി ബേയിലാണ് അല്ലെ. അതുപോലെ തന്നെ വാർഡുകളിലേക്കുള്ള ബെഡ്ഷീറ്റ്സുകള്, കവറുകള് ഒക്കെ കൊണ്ടുപോകുന്നത് ഇതിലാണ്? ട്രോളി ബേ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ എപ്പോഴാണ് ആവശ്യം വരുന്നത്? അപ്പോ ആ പ്രൊട്ടക്റ്റീവ് സോണിൽ ഒരു ട്രോളി ബേ ഉണ്ടായിരിക്കുന്നതായിരിക്കും. എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോൾ തന്നെ എടുക്കാവുന്ന സൗകര്യത്തിൽ തന്നെ ഒരു ട്രോളി ബേ പ്രൊട്ടക്റ്റീവ് സോണില് ഉണ്ടായിരിക്കും. മനസ്സിലായോ? എന്താണ് ട്രോളി ബേ എന്താണെന്ന് മനസ്സിലായോ? മെഡിക്കൽ എക്യുപ്മെന്റ്സും മെഡിസിൻസും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ട്രോളി ബേ. ട്രോളി കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇന്ന് കള്ളിൽ കൊണ്ടുപോകണം കണ്ടിട്ടില്ലേ? ഓക്കെ,
ഹോസ്പിറ്റലിൽ ട്രോളി ആണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, അപ്പൊ ട്രോളിവേ ഉൾപ്പെടുന്നതും പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ഓക്കെ, ദെൻ കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റിയുടെ കൺട്രോൾ ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? പ്രൊട്ടക്റ്റീവ് സോണിലാണ് ഇലക്ട്രിസിറ്റിയുടെ കൺട്രോളിങ് ഉൾപ്പെടുന്നത്. ഓക്കെ, ഏതൊക്കെയാണോ പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നത്? എന്തൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നത്? റിസപ്ഷൻ വെയിറ്റിംഗ് ഏരിയ, relatives, changing room, pre-anesthesia, then store records, then autoclave machines, then trolley bay, then control area of electricity. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നത്. അതാണ് ഫസ്റ്റ് സോൺ എന്ന് പറയുന്നത് കേട്ടോ. OT സ്യൂട്ടിന്റെ ഫസ്റ്റ് സോണിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മള് പറഞ്ഞത്. ഈ പ്രൊട്ടക്റ്റീവ് സോൺ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഓക്കെ ആണോ? പ്രൊട്ടക്റ്റീവ് സോൺ മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് സോൺ നോക്കാലോ നമുക്ക്. ക്ലീൻ സോൺ. നെക്സ്റ്റ് സോൺ ആണ് ക്ലീൻ സോൺ. ക്ലീൻ സോണിലാണ് എന്ത് വരുന്നത്? ഫസ്റ്റ് എന്താ വരുന്നത്? പ്രീ ഓപ്പറേറ്റിംഗ് റൂം. പ്രീ ഓപ്പറേറ്റിംഗ് റൂമിൽ എന്താണ് ചെയ്യുന്നത്? ഒരു പ്രീ ഓപ്പറേറ്റിംഗ് റൂമിൽ എന്താണ് ചെയ്യുന്നത്? ഒരു പ്രീ ഓപ്പറേറ്റിംഗ് റൂമിലായിരിക്കും നമ്മൾ എന്താണ് അഡ്മിഷൻ പ്രോസസ്സ്, ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് ഇവാലുവേഷൻ, ദെൻ മെഡിക്കൽ റെക്കോർഡ്സ്, പിന്നെ അനസ്തേഷ്യ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എവിടെയാണ് തയ്യാറാക്കുന്നത്? ഈ ഒരു പ്രീ ഓപ്പറേറ്റിംഗ് റൂമിലായിരിക്കും. ഒരു പേഷ്യന്റിന്റെ അഡ്മിഷൻ പ്രോസസ്സ്, പേഷ്യന്റ് ഇവാലുവേഷൻ, പിന്നെ എന്താണ് മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നതായിരിക്കും ഈ പ്രീ ഓപ്പറേറ്റിംഗ് റൂംസിലായിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? ഒന്നുകൂടെ, പ്രീ ഓപ്പറേറ്റിംഗ് റൂം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഒരു പേഷ്യന്റ് അഡ്മിഷൻ പ്രോസസ്സ്, പേഷ്യന്റിന്റെ എന്താണ് ബോഡി ഇവാലുവേഷൻ, ദെൻ പിന്നെ എന്താണ് മെഡിക്കൽ റെക്കോർഡ്സുകൾ, അനസ്തേഷ്യ, പ്രീ അനസ്തേഷ്യ കൊടുക്കുന്നതിനുള്ള ആ ഒരു ടൈം ഒക്കെ എവിടെയാണ്? പ്രീ ഓപ്പറേറ്റിംഗ് റൂംസിലായിരിക്കുള്ളൂ. ഓക്കെ, കാര്യങ്ങളൊക്കെ നടക്കുന്നത് പ്രീ ഓപ്പറേറ്റിംഗ് റൂംസിലാണ്. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതും അഡ്മിഷൻ പ്രോസസ് ഒക്കെ നടക്കുന്നത് എവിടെയാണ്? പ്രീ ഓപ്പറേറ്റിംഗ് റൂമിലാണ്. ഇത്രേ ഉള്ളൂ കേട്ടോ. റിക്കവറി റൂം. എന്തിനാണ് റിക്കവറി റൂം? റിക്കവറി റൂം റൂമിലാണ് എന്ത്? പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന, അല്ലെ? ആഫ്റ്റർ ഓപ്പറേഷൻ പേഷ്യന്റിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന, ഒരു പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന റൂമാണ് എന്ത്? ഒരു സർജറിക്ക് ശേഷം ഒരു പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന റൂമാണ് റിക്കവറി റൂം. ഓക്കെ, സർജറിക്ക് ശേഷം ഒരു പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന റൂമാണ് റിക്കവറി റൂം, അല്ലെ? ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും മറ്റു റൂമിലേക്ക് മാറ്റുന്നു, റിക്കവറി റൂമിലേക്ക് മാറ്റുന്നു. ഓക്കെ, പ്ലാസ്റ്റർ റൂം. പ്ലാസ്റ്റർ റൂം അവിടെ വരുന്നത് എങ്ങനെയാണ്? അതായത് ഫ്രാക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർജറീസ് ആണെങ്കിൽ എന്താണ് പ്ലാസ്റ്റർ റൂം അവിടെ അവൈലബിൾ ആയിരിക്കണം. അപ്പൊ ക്ലീൻ സോണിൽ ഉൾപ്പെടുന്നതാണ് എന്ത്? പ്ലാസ്റ്റർ റൂം എന്ന് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും ഫ്രാക്ചർ ഉള്ളതാണെങ്കിൽ പ്ലാസ്റ്റർ റൂമിന്റെ അത്യാവശ്യത ഉണ്ട്. ഓക്കെ, ദെൻ സ്റ്റാഫ് റൂം. ക്ലീൻ സോണിൽ ഉൾപ്പെടുന്ന മറ്റൊരു റൂമാണ് സ്റ്റാഫ് റൂം. എന്തിനു വേണ്ടിയാണ് സ്റ്റാഫ് റൂം? സ്റ്റാഫ് റൂം ആർക്ക് വേണ്ടിയിട്ടാണ്? യെസ്, നഴ്സുമാർക്ക് വേണ്ടിയിട്ട്, അല്ലെ? തിയേറ്റർ നഴ്സുമാർക്ക് വേണ്ടിയിട്ടാണ് എന്താ സ്റ്റാഫ് റൂമുകൾ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്ലീൻ സോണിലാണ് വരുന്നത്. ഓക്കെ, then aesthetic store room. എന്താണ് aesthetic store room? നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? aesthetic store room.
എന്തിനു വേണ്ടിയിട്ടാണ് ഒരു എസ്തെറ്റിക് സ്റ്റോർ റൂം ഉപയോഗിക്കുന്നത്? യെസ്, മെഡിസിൻ വെക്കുന്നതിനുള്ള ഏത് രീതിയിലുള്ള മെഡിസിൻസ് ആണ്? അതായത് കോസ്മെറ്റോളജി. കോസ്മെറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്മെറ്റോളജി എന്തിനുള്ള ട്രീറ്റ്മെന്റ് ആണ്? കോസ്മെറ്റോളജി ഏത് വിഭാഗമാണ് കോസ്മെറ്റോളജി എന്ന് പറഞ്ഞാല്? യെസ്, സ്കിൻ. ഓക്കെ, യെസ്, കോസ്മെറ്റോളജി, ഡെർമറ്റോളജി എന്നീ സർജറികൾ ഉൾപ്പെടുന്ന അതിലുപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകള്, എക്യുപ്മെന്റ്സുകള്, ഡിവൈസസുകള് എന്നിവ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്പെഷ്യൽ റൂമാണ് എന്ത്? എസ്തെറ്റിക് സ്റ്റോർ എന്ന് പറയുന്നത്. അതായത് കോസ്മെറ്റോളജി, ഡെർമറ്റോളജി തുടങ്ങിയ സർജറി പ്രൊസീജിയേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസുകള്, എക്യുപ്മെന്റ്സുകള്, അതിന്റെ പ്രൊഡക്ട്സുകള്, സ്കിൻ തെറാപ്പി, സ്കിൻ സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സുകള് എന്നിവ സൂക്ഷിച്ചു വെക്കുന്ന, സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്പെഷ്യൽ സ്റ്റോർ റൂം ആണ് എന്ത്? എസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഇതിന്റെ പ്രത്യേകത ഇത് കൺട്രോൾഡ് ടെമ്പറേച്ചർ ആയിരിക്കും. ഇത്തരം എസ്തെറ്റിക് സ്റ്റോർ റൂമിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൺട്രോൾഡ് ടെമ്പറേച്ചർ ആയിരിക്കും. ഇനി ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മെഡിസിൻ ആയാലും എക്യുപ്മെന്റ്സ് ആയാലും എന്താണ്, ഇവിടെ ലേബൽ ചെയ്തിട്ടായിരിക്കും വെക്കുന്നത്. ഇതിപ്പോ എല്ലാ സ്റ്റോറിലും അങ്ങനെ തന്നെയാണ്. എന്താണ്, ഇതിന് സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന ഒരു സ്റ്റോർ ആയതുകൊണ്ട് തന്നെ എന്താണ്, സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലേ, അപ്പൊ അതിന് എല്ലാ മെഡിസിൻസിനും അതിന്റെ എക്യുപ്മെന്റ്സിനും ഡിവൈസിനൊക്കെ എന്താണ്, ഓരോന്നിനും പ്രത്യേകം ലേബൽ ചെയ്തിട്ടായിരിക്കും അതവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. എന്താണ് എസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്? കോസ്മെറ്റോളജി, ഡെർമറ്റോളജി തുടങ്ങിയ സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സുകള്, ഡിവൈസസുകള്, എക്യുപ്മെന്റ്സുകള് എന്നിവ സൂക്ഷിച്ചു വെക്കുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ സ്റ്റോർ റൂം ആണ് എന്ത്? എസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. ഇതൊരു സ്പെഷ്യൽ റൂമാണ്. ഇതിന് കൺട്രോൾഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ സൂക്ഷിച്ചു വെക്കുന്ന മെഡിസിൻസിനും എക്യുപ്മെന്റ്സിനും പ്രൊഡക്ട്സിനൊക്കെ എന്താണ്, പ്രത്യേകം ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. എസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സ്റ്റോർ റൂം ആണ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, അടുത്തത് നോക്കിയേ. അത് നമുക്കറിയാലോ, എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രൊസസർ. എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രൊസസർ. എന്തുകൊണ്ടാണ് എക്സ്റേ റൂം നമ്മൾ ഡാർക്ക് ആയിട്ട് കാണാൻ കാരണം? എന്തുകൊണ്ടാണ്? അതായത് ലൈറ്റിന്റെ എക്സ്പോസർ ഉണ്ടായാല് എന്താണ്, എക്സ്റേസുകൾ നശിച്ചു പോകും അല്ലെ. ലൈറ്റിനിങ് ഒരിക്കലും ഒരു എക്സ്റേ റൂമിൽ ഉണ്ടാവാൻ പാടില്ല. എന്തുകൊണ്ടാണ്? എക്സ്റേസ് നശിച്ചു പോകാൻ കാരണമാകുന്നു അല്ലെ. അപ്പൊ നമുക്ക് കൃത്യമായ രീതിയിൽ എക്സ്റേ എടുക്കാനായിട്ട് സാധിക്കില്ല. എക്സ്റേ ഫിൽറ്ററിന്റെ പ്രിന്റ് കൃത്യമായ രീതിയിൽ എടുക്കാനായിട്ട് എന്തുണ്ടെങ്കിൽ സാധിക്കില്ല? ലൈറ്റ്നിങ് ഉണ്ടെങ്കിൽ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? ലൈറ്റ്നിങ് ഉണ്ടെങ്കിൽ എക്സ്റേ രശ്മികൾക്ക് എന്താ സംഭവിക്കുന്നവ നശിച്ചു പോകുന്നില്ലേ. അപ്പൊ എന്താണ്, ഡാർക്ക് ലൈറ്റ്സിൽ മാത്രമേ, ഡാർക്ക് ആയിട്ടുള്ള റൂമിൽ മാത്രമേ എക്സ്റേ എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ എക്സ്റേ എടുക്കുന്ന ഡിവൈസിന്റെ പേരാണെന്ത്? ഓട്ടോ പ്രൊസസർ എന്ന് പറയുന്നത്. എക്സ്റേ എടുക്കുന്ന ഡിവൈസ് ആണ് ഓട്ടോ പ്രൊസസർ. എക്സ്റേ എടുക്കുന്ന ഡിവൈസ് ആണ് ഓട്ടോ പ്രൊസസർ. X-ray devices, auto processor is a device to take X-ray. കേട്ടോ, X-ray എടുക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? ഓട്ടോ പ്രൊസസർ. ഓക്കെ, ഇപ്പൊ ക്ലീൻ സോണിൽ എന്തൊക്കെയാണ് വരുന്നത്? ക്ലീൻ സോണിൽ എന്തൊക്കെയാണ് വരുന്നത്?
പറഞ്ഞേ, ക്ലീൻ സോണിൽ എന്തൊക്കെയാണ് വരുന്നത്? പറയേ, ഏതൊക്കെ റൂംസ് ആണ് ക്ലീൻ സോണിൽ വരുന്നത്? പ്രീ ഓപ്പറേറ്റിംഗ് റൂം, റിക്കവറി റൂം, പ്ലാസ്റ്റർ റൂം, സ്റ്റാഫ് റൂം, യെസ്, എസ്തെറ്റിക് റൂം, എക്സ്റേ യൂണിറ്റ് റൂം, ഓട്ടോ പ്രൊസസർ. ഇതെല്ലാം ക്ലീൻ സോണിന്റെ കീഴിലാണ് വരുന്നത് കേട്ടോ. നമ്മള് പ്രൊട്ടക്റ്റീവ് സോൺ കഴിഞ്ഞു, ക്ലീൻ സോൺ കഴിഞ്ഞു. ഈ രണ്ട് സോണും ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ. സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ. സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ. സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ. ഓക്കെ, സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ് ഫസ്റ്റ് എന്ത് വരുന്നത്? ഓപ്പറേറ്റിംഗ് റൂം. ഓപ്പറേറ്റിംഗ് റൂം എന്താണ്? OT. യെസ്, ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഓപ്പറേറ്റിംഗ് റൂം. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് അറിയാലോ. ഓക്കെ, സർജറി പ്രൊസീജിയർ എല്ലാം നടക്കുന്നത് ഓപ്പറേറ്റിംഗ് റൂംസിലാണ്. ഓക്കെ, അപ്പൊ അത് സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ് എന്ത് വരുന്നത്? ഓപ്പറേറ്റിംഗ് റൂം അഥവാ OT വരുന്നത്. അത് ഓർത്ത് വെക്കാട്ടോ. ഓപ്പറേറ്റിംഗ് റൂം ഏത് സോണിലാണ് വരുന്നത് ചോദിച്ചാൽ പറയണം, സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ്. എസ്തെറ്റിക് സ്റ്റോർ മനസ്സിലായില്ല? ശ്രദ്ധിക്കാട്ടോ, ഒന്നുകൂടി പറയാം. എന്താണ് നമ്മള് കോസ്മെറ്റോളജി അതുപോലെ ഡെർമറ്റോളജി എന്നീ സർജറി പ്രൊസീജിയേഴ്സിൽ നടക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന പ്രൊഡക്ട്സുകള്, ഡിവൈസുകള്, മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്പെഷ്യൽ സ്റ്റോർ റൂം ആണ് എന്ത്? എസ്തെറ്റിക് റൂം എന്ന് പറയുന്നത്. അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാല് കൺട്രോൾഡ് ആയിരിക്കും. ടെമ്പറേച്ചർ കൺട്രോൾഡ് ടെമ്പറേച്ചർ ആയിരിക്കും. പിന്നെന്താണ്, അവിടെ സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങൾക്ക് ഏത് എക്യുപ്മെന്റ്സോ ഡിവൈസോ മെഡിസിൻസോ ആയാലും എന്താണ്, അതിന് എല്ലാം പ്രത്യേകം ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെ പേരുകൾ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അത്ര അവിടെ വരുന്നുള്ളൂ. മനസ്സിലായോ? നെക്സ്റ്റ് എന്താണ്? സ്ക്രബ് റൂം. സ്ക്രബ് റൂം എന്തിനാണ്? സ്ക്രബ് ചെയ്യണ എന്തിനാണ് നമ്മള്? യെസ്, ഹാൻഡ്സ് സ്ക്രബ് ചെയ്യാനായിട്ട്. സർജറിക്കൽ ഹാൻഡ്സ് സ്ക്രബിങ് മെത്തേഡ് നമ്മൾ പറഞ്ഞല്ലോ. ഏത് രീതിയിലാണ് കൈകളൊക്കെ വാഷ് ചെയ്യാനുള്ളതിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. അപ്പൊ സ്ക്രബ് റൂം എവിടെയാണ് വരുന്നത്? സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ് വരുന്നത്. സ്ക്രബ് ഒരു ഗ്ലൗസ് ഇടുന്നതിന് മുന്നായിട്ട് എന്താണ് നമ്മള് ഹാൻഡ് സ്ക്രബ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, ഇതിനു വേണ്ടിയിട്ടാണ് ജേം ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രബ് ചെയ്തിരിക്കണം. ഓക്കെ, then anesthesia induction room. anesthesia induction room എന്താണത്? anesthesia induction room എന്ന് പറയുന്നത് anesthesia induction room സർജറിക്ക് എന്താണ് anesthesia induction? anesthesia സർജറിക്ക് മുന്നേ എന്താ കൊടുക്കുന്നുണ്ട്? അനസ്തേഷ്യ കൊടുക്കുന്ന റൂം എവിടെയാണ് ഉൾപ്പെടുന്നത്? സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ് വരുന്നത് കേട്ടോ. അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം വരുന്നത് പെയിൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ് അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂംസ് വരുന്നത്. Then instant instrument sterilization. instant instrument sterilization. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കുക കേട്ടോ. instant instrument sterilization. സ്റ്റെറിലൈസേഷൻ എന്താണ്? ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് സർജറി നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷമോ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് പെട്ടെന്ന് തന്നെ ജേം ഫ്രീ ആക്കണമെങ്കിൽ അതിനെ അത് സ്റ്റെറിലൈസ് ചെയ്യുന്നത് എവിടെയാണ്? ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ ആ റൂമിലാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഏതെങ്കിലും ഇൻസ്ട്രുമെന്റിനെ പെട്ടെന്ന് തന്നെ ജേം ഫ്രീ ആക്കണമെങ്കിൽ അതിനുള്ള പ്രോസസ്സ് നടക്കുന്നത് എവിടെയാണ്? ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷനിലാണ്. ഒരു ഇൻസ്ട്രുമെന്റിനെ ജേം ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റെറൈൽ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്
ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ നടക്കുന്നത് അവിടെ വെച്ചാണ്. ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് പെട്ടെന്ന് തന്നെ അതിനെ ജെം ഫ്രീ ആക്കണമെങ്കിൽ, ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ കുട്ടികളെ? Then instrument trolley area. Instrument trolley area. എന്താണ് ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ? യെസ്, സർജറിക്ക് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സുകൾ വിൽക്കുന്നതാണ് എന്താ ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് എന്ന് പറഞ്ഞേ. സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിൽ എന്തെല്ലാം വരുന്നു? ഓട്ടി വരുന്നു, സ്ക്രബ് റൂം വരുന്നു, അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം വരുന്നു, ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ, instant instrument sterilization. Instant instrument sterilization. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് സ്റ്റെറൈൽ അസെപ്റ്റിക് സോണില് വരുന്നത്. ഓക്കെ, നമ്മുടെ പ്രൊട്ടക്റ്റീവ് സോൺ പഠിച്ചു, ക്ലീൻ സോൺ പഠിച്ചു, സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ പഠിച്ചു. ഓക്കെ, ലാസ്റ്റ് സോൺ ആണ് ഓട്ടി സ്യൂട്ടിന്റെ ലാസ്റ്റ് സോൺ ആണ് എന്ത്? ഡിസ്പോസൽ സോൺ. ഓട്ടി സ്യൂട്ടിന്റെ ലാസ്റ്റ് സോൺ ആണ് ഡിസ്പോസൽ സോൺ. എന്റെ മീനിങ് അത് കേട്ടാൽ തന്നെ അറിയാലോ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്. ഡിസ്പോസ് ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ഡിസ്പോസ് ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കും അല്ലെ? എല്ലാ കാര്യങ്ങളും ഡിസ്പോസ് ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കാം ആ സോണിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, യെസ്. ഡേർട്ടി വാഷർ. എന്താണ് ഡേർട്ടി വാഷർ? ഒരു സർജറിക്ക് ശേഷമുള്ള വാഷപ്പിനെയാണ് ഡേർട്ടി വാഷപ്പ് എന്ന് പറയുന്നത്. ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം അത് വാഷ് ചെയ്യുന്നതിനെയാണ് ഡേർട്ടി വാഷപ്പ് റൂം എന്ന് പറയുന്നത്. ഓക്കെ, ഈ റൂമിൽ വെച്ചിട്ടാണ് ഒരു സർജറിക്ക് ശേഷമുള്ള മറ്റ് സ്ക്രബിങ്ങും കാര്യങ്ങളും ഒക്കെ വാഷിംഗ് ഒക്കെ കഴിയുന്നത് ഈ ഒരു റൂമിൽ വെച്ചിട്ടാണ്. ഇതാണ് ഡേർട്ടി വാഷപ്പ് റൂം. ഡിസ്പോസൽ സോണിലാണ് ഉൾപ്പെടുന്നത്. സെക്കൻഡ് എന്താണ്? ഡിസ്പോസൽ കോറിഡോർ. ഡിസ്പോസൽ കോറിഡോർ. ഡിസ്പോസൽ കോറിഡോർ എന്തിനാണ് ഡിസ്പോസൽ കോറിഡോർ? വേസ്റ്റുകൾ കൊണ്ടുപോകുന്ന പ്രത്യേക പാസേജ് അല്ലെ? പ്രത്യേക പാസേജ് ആണ് ഡിസ്പോസൽ കോറിഡോർ. വേസ്റ്റ് മെറ്റീരിയൽസ് ഡിസ്പോസ് ചെയ്യുന്ന പ്രത്യേക പാസേജ് ആണ് എന്താ? ഡിസ്പോസൽ കോറിഡോർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ജാനിറ്റർ ക്ലോസറ്റ്. ജാനിറ്റർ ക്ലോസറ്റ്. എന്താണ് ജാനിറ്റർ ക്ലോസറ്റ്? ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിന് മുന്നേ? ജാനിറ്റർ ക്ലോസറ്റ് അറിയില്ല? ഓക്കെ, അതായത് നമ്മളുടെ ഓപ്പറേഷൻ റൂംസിൽ സർജറിക്ക് ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും അല്ലെ, എല്ലാ എക്യുപ്മെന്റ്സും എന്താണ് ക്ലീൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും, ഈ ഉപയോഗിച്ച വസ്തുക്കൾ അതായത് സർജറിക്ക് ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും ക്ലീൻ ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ വസ്തുക്കളെയും സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് എന്ത്? ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ, ഈ ടൂൾസുകളൊക്കെ എന്താണ് പ്രത്യേകം കെമിക്കൽസും അതുപോലെ തന്നെ മറ്റു വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കാം ഇത് ക്ലീൻ ചെയ്യുന്നത്. അത്തരം സാധനങ്ങൾ, ബക്കറ്റ്സുകള്, ഇതിലുപയോഗിക്കുന്ന ലോഷൻസ്, അങ്ങനത്തെ കെമിക്കൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഈ ജാനിറ്റർ ക്ലോസറ്റിലാണ്. അതായത് ഓപ്പറേഷൻ റൂമുകളിൽ ഉപയോഗിച്ച എല്ലാ ഡിവൈസസുകളും, എല്ലാ എക്യുപ്മെന്റ്സുകളും, ടൂൾസുകളും ക്ലീൻ ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ വസ്തുക്കളും സൂക്ഷിച്ചു വെക്കുന്ന ഏരിയയാണ് എന്ത്? ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു ഓപ്പറേഷൻ റൂമുകളിൽ ഉപയോഗിച്ച എല്ലാ ഡിവൈസുകളിലെയും
ഗെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ എല്ലാ വസ്തുക്കളും സൂക്ഷിച്ചു വെക്കുന്ന പ്ലേസ് ആണ് എന്ത് ജാനിറ്ററി ക്ലോസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് തിയേറ്ററിൽ ഉപയോഗിച്ച എല്ലാ ഇൻസ്ട്രുമെന്റ്സും കഴുകുന്ന വാഷ് ചെയ്യുന്ന സ്ഥലമാണ് ജാനിറ്ററി ക്ലോസറ്റ്. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് നോക്കിയത്? എന്താ സ്യൂട്ടിനെ കുറിച്ചിട്ടാണ് പറഞ്ഞല്ലേ. സോണിംഗ്, ഓപ്പറേഷൻ, തിയേറ്റർ, ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ അവിടെ പറഞ്ഞത്? എന്താണ് OT സ്യൂട്ട് എന്ന് പറഞ്ഞാല്? എന്താണ് OT സ്യൂട്ട് എന്ന് പറഞ്ഞാല്? പറഞ്ഞേ, എന്താണ് OT സ്യൂട്ട്? ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള റൂമുകളെയാണ് OT. ഓക്കെ, ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് അവിടെ പറയുന്നത്? ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് ഒരാൾ പറഞ്ഞേ. ഓവർഫ്ലോ OR സ്യൂട്ടിലെ ആളുകളുടെ ഓവർഫ്ലോ കൺട്രോൾ ചെയ്യുക എന്നതാണ് ആദ്യത്തെ പ്രിൻസിപ്പിളിൽ പറയുന്നത് അല്ലേ? ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഒന്ന് പറഞ്ഞേ. സ്റ്റാഫ്സ് പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. തേർഡ് പോയിന്റ് പറഞ്ഞേ. തേർഡ് പോയിന്റ് പറഞ്ഞേ. വേസ്റ്റ് മെറ്റീരിയൽ കളയാനുള്ള പാസേജ് ഉണ്ടായിരുന്നു. വേസ്റ്റ് കളയാൻ പറ്റിയ പാസേജ് അവിടെ ഉണ്ടായിരിക്കും. അതിൽ കൂടി മാത്രമാണ് എന്ത് വേസ്റ്റ് മെറ്റീരിയൽസ് ഡിസ്പോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. OT വെന്റിലേഷൻ എങ്ങനെയായിരിക്കണം? OTയിലെ വെന്റിലേഷന്റെ പ്രത്യേകത എങ്ങനെയായിരിക്കണം? ഡയറക്ഷൻ എയർഫ്ലോ ക്ലീനറിന് ലെസ് ക്ലീനർ ഏരിയാസിലൊക്കെ അങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ. യെസ്, ക്ലീൻ ചെയ്ത ഭാഗത്തു നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്കായിരിക്കണം എയർ ഫ്ലോ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഏതെല്ലാം സോണുകളാണ് നമ്മൾ OT സ്യൂട്ടിലുള്ളത്? ഏതെല്ലാം സോണുകളാണ്? പ്രൊട്ടക്ട്, ക്ലീനർ, സ്റ്റെറിലൈ, പിന്നെ ഡിസ്പോസൽ. ഓക്കെ, പ്രൊട്ടക്റ്റീവ് സോണിൽ ഏത് ഏരിയാസ് ഒക്കെയാ വരുന്നത്? പ്രൊട്ടക്റ്റീവ് സോണില് ഒരാളൊന്ന് പറഞ്ഞേ. റിസപ്ഷൻ, പിന്നെ ചേഞ്ച് ചെയ്യുന്ന ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്യുന്ന റൂം, പിന്നെ അനസ്തേഷ്യക്ക് മുമ്പ് എല്ലാം പറഞ്ഞോടത്തും ചെയ്യുന്നില്ല പ്രീ അനസ്തേഷ്യ റൂം, പിന്നെ സ്റ്റാർസ് റെക്കോർഡ്സ്, പിന്നെ ഓട്ടോക്ലേവ്, TSSU, പിന്നെ ട്രോളി ബേ, പിന്നെ കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ക്ലീൻ സോണിൽ ഏതൊക്കെ ഏരിയ ഉള്ളത്? ക്ലീൻ സോണില് പ്രീ ഓപ്പറേറ്റിംഗ് റൂം, പിന്നെ റിക്കവറി റൂം, പ്ലാസ്റ്റർ റൂം, സ്റ്റാഫ് റൂം, പിന്നെ അനസ്തേഷ്യ സ്റ്റോർ റൂം, പിന്നെ എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രോസസർ. സ്റ്റെറിൽ അസെപ്റ്റിക് സോണിലോ? ഓപ്പറേറ്റിംഗ് റൂം, സ്ക്രബ് റൂം, അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം, ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ, ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. യെസ്, വെരി ഗുഡ്. ഡിസ്പോസൽ സോണിലോ? ഡേർട്ടി വാഷപ്പ് റൂം, ഡിസ്പോസൽ കോറിഡോർ, ജാനിറ്റർ ക്ലോസറ്റ്. ഓക്കെ, അപ്പൊ ഈ 4 സോൺസുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, നന്നായിട്ട് പഠിച്ചിട്ട് വരാം. സോൺസുകൾ നന്നായിട്ട് വായിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു.